സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തമാവുകയാണ്. ഉച്ചയ്ക്ക് ശേഷം പെയ്ത കനത്ത മഴയിൽ മധ്യകേരളത്തിൽ പലയിടത്തും വ്യാപക നാശനഷ്ടമുണ്ടായി. നാളെയും മറ്റന്നാളും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഇടുക്കി ജില്ലയിൽ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഇന്നു മുതൽ 30 വരെ രാത്രികാല യാത്രാ നിരോധനം ഏർപ്പെടുത്തി. നേര്യമംഗലം മുതൽ അടിമാലി വരെ രാത്രി 7 മണി മുതലാണ് നിയന്ത്രണം. തൊഴിലുറപ്പ്, തോട്ടം മേഖല എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ പുറം ജോലികൾ നിരോധിച്ചു. ചീയപ്പാറയ്ക്ക് സമീപം വൻമരം കടപുഴകി കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. എറണാകുളത്ത് ശക്തമായ മഴയിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. കാക്കനാട് ഇൻഫോ പാർക്കിനടുത്ത് ഇടച്ചിറയിൽ തേക്കുമരം വീണ് വൈദ്യുത പോസ്റ്റ് മറിഞ്ഞു. പിറവം പോസ്റ്റ് ഓഫീസ് കവലയിലും കനത്ത നാശനഷ്ടമുണ്ടായി. കോഴിക്കോട് ദേശീയപാതയിൽ സിൽക്ക് ബസാറിൽ മരം കടപുഴകി വീണു. കാർ യാത്രക്കാരായ 2 പേർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. പത്തനംതിട്ട നഗരത്തിലും മലയോര മേഖലയിലും ശക്തമായ മഴ തുടരുകയാണ്. കോന്നി കൊക്കാത്തോട് റോഡിൽ അള്ളുങ്കലിൽ മരം റോഡിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്നും, YS അഭിനന്ദ് കൊച്ചിയിൽ നിന്നും, സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് നിന്നും, AV ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ, ഇടുക്കിയിലാണല്ലോ കുറെ കൂടി തീവ്രമായ മഴ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം രേഖപ്പെടുത്തിയത്. അവിടെ കുറച്ചുകൂടി കടുത്ത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ഇടുക്കിയിലെ പൊതു സാഹചര്യം രാഹുൽ? വിജയകുമാർ, നാളെയും മറ്റന്നാളും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് നിയന്ത്രണങ്ങൾ ജില്ലാ ഭരണകൂടം കടുപ്പിച്ചിരിക്കുന്നത്. ഇടവിട്ട് ശക്തമായ മഴ ഇടുക്കിയുടെ വിവിധ മേഖലകളിൽ പെയ്യുന്നു എന്നുള്ളതാണ് ആശങ്കപ്പെടുന്ന കാര്യം. അതിൽ ഏറ്റവും പ്രധാനമായും പറയേണ്ടത് നേര്യമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗമാണ്. ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തികൾ അവിടെ നടക്കുന്നുണ്ട്. പലയിടത്തും മണ്ണിടിഞ്ഞ് ഗതാഗത തടസ്സം ഉണ്ടാകുന്നുണ്ട്. പലപ്പോഴായിട്ട് ഈ മരം കടപുഴകി വീണും വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് യാത്രക്കാർക്ക് ഉണ്ടാവുകയും ചെയ്തു. അല്പസമയം മുമ്പും ചീയപ്പാറയ്ക്ക് സമീപം മരം കടപുഴകി വീഴുകയും അതുപോലെ തന്നെ വാളറയിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ദ്രുതഗതിയിലുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ആശങ്കപ്പെടുത്തുന്ന കാര്യം വീണ്ടും ഇടിയാനുള്ളൊരു സാധ്യത ഈ മേഖലകളിലുണ്ട്. മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട്, മരം പുഴകി വീഴാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. നേര്യമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗത്ത് രാത്രികാല യാത്ര പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. വൈകിട്ട് 7 മണി മുതൽ രാവിലെ 6 മണി വരെ ഒരു കാരണവശാലും അടിയന്തര സാഹചര്യങ്ങളിലല്ലാതെ യാത്ര ചെയ്യരുത് എന്ന് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്രയും അപകട സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട് നിലവിലത്തെ അവസ്ഥയിൽ എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഇടുക്കി ജില്ലയുടെ വിവിധ മേഖലകളിൽ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റുകൂടി വീശുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഈ തോട്ടം മേഖലയിലെ ജോലിയൊക്കെ വലിയ തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇന്ന് തോട്ടത്തിൽ ജോലി ചെയ്തിരുന്ന ഒരു തൊഴിലാളി മരം ഒടിഞ്ഞു വീണ് മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഈ തോട്ടം മേഖലയിൽ, അതായത് പുറം ജോലികൾ ഉൾപ്പെടെ പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. അതിൽ തൊഴിലുറപ്പ് ഉൾപ്പെടെ ഉണ്ടാകും എന്നുള്ളതാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. നാളെയും മറ്റന്നാളുമാണ് ഈ നിയന്ത്രണം. എല്ലാ മേഖലകളിലും വൈദ്യുതി ബന്ധം തകരാറിലായി കിടക്കുകയാണ്. അത് പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടി KSEB നടത്തുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ 4 ദിവസമായി വൈദ്യുതി ഇല്ലാത്ത മേഖലകൾ വരെയുണ്ട്. മൂന്നാർ, മറയൂർ മേഖലകളിൽ പലയിടങ്ങളിലും കഴിഞ്ഞ 5 ദിവസമായി വൈദ്യുതി ഇല്ല എന്നുള്ള പരാതി ആ മേഖലയിൽ നിന്ന് വരുന്നുണ്ട്. അത്തരത്തിലൊരു പൊതുവെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഇടുക്കിയിലുണ്ട്. അതിനിടയിൽ നാളെയും മറ്റന്നാളും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്നു. അതിനുവേണ്ട എല്ലാ തരത്തിലുള്ള മുൻകരുതലുകളും ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട്. ജനങ്ങളും അതിനോട് സഹകരിക്കണം എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിയന്ത്രണങ്ങളൊക്കെ നിലവിൽ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. രാഹുൽ സൂചിപ്പിച്ചതുപോലെ കുറെ കൂടി ജാഗ്രത വേണ്ട ഒരു മേഖലയാണ് ഇടുക്കി. അതുകൊണ്ട് ജില്ലാ ഭരണകൂടം കൂടുതൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്, നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുമായി എല്ലാവരും സഹകരിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം അഭ്യർത്ഥിക്കുന്നത്.